My dear students and my dear friends, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്ന കഥയുടെ 4ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ മുമ്പുള്ള 3 വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആ കഥ വളരെ സുന്ദരമായിട്ട് നാം അവലോകനം ചെയ്തു. ഈ വീഡിയോയിൽ നാം ഇന്ന് അവലോകനം ചെയ്യുന്നത് ആ ലെസണിൽ നാം പഠിച്ചു വെക്കേണ്ട ഒരു 17 പോയിന്റ്സുകൾ മാത്രമാണ് പറയുന്നത്. ഈ 17 പോയിന്റ്സ് ഇതിൽ വരുന്ന ഏത് ഡിസ്കോഴ്സും വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ നാം ഇന്ന് ആ പോയിന്റ്സിലേക്കാണ് കടക്കുന്നത്. അതാണ് ഇന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ നാം പരാമർശിക്കുന്നത്. ആ പോയിന്റ്സിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബിൻസി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് ആ പോയിന്റിലേക്കൊന്ന് കടക്കാം. ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, റിട്ടൺ ബൈ ദ റിനൗണ്ട് റൈറ്റർ റസ്കിൻ ബോണ്ട്. ഈ കഥ എഴുതിയിരിക്കുന്നത്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഈ സുന്ദരമായിരിക്കുന്ന കഥ എഴുതിയിരിക്കുന്നത് പ്രസിദ്ധവാനായിരിക്കുന്ന റസ്കിൻ ബോണ്ടാണ്. ഓക്കെ, ദ സ്റ്റോറി ടോക്സ് about the relationship between the boy and the nature. ഈ കഥ ഇവിടെ പരാമർശിക്കുന്നത് പ്രകൃതിയുടെയും കുട്ടിയുടെയും ഇടയിലുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ചാണ് ഈ കഥ സംസാരിക്കുന്നത്. ഓക്കെ, ഇതിലെ 3ാമത്തെ പോയിന്റ് ആണ് ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. കഥ തുടങ്ങുകയാണ്. ഏപ്രിൽ മാസം ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സമയം. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദി ബനിയൻ ട്രീ. കുട്ടി ആൽമരത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എവിടെ? he had built a small platform. അവൻ ഒരു ചെറിയ ഏർമാടം, ഒരു ചെറിയ ഇരിപ്പിടം ആ ആൽമരത്തിൽ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത പോയിന്റ്, അങ്ങനെ he used to read books. അവൻ ബുക്കുകൾ വായിക്കാറുണ്ടായിരുന്നു. ആൻഡ് എൻജോയ് ദ സൈറ്റ്സ്. അവൻ കാഴ്ചകൾ കണ്ട് സന്തോഷിക്കാറുണ്ടായിരുന്നു. എവിടെയുള്ള കാഴ്ചകളാണ്? അണ്ടർ ദി ബനിയൻ ട്രീ. ആൽമരത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കണ്ട് അവൻ ആനന്ദം കൊള്ളാറുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റാണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയം ദ വോം ബ്രീസ്, ഒരു ചൂടുള്ള ഇളം കാറ്റ്, ഓഫ് അപ്രോച്ചിങ് സമ്മർ. അത് സമീപിക്കുന്നത് ഏത് കാലമാണ്? വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് സമീപിക്കുന്ന ഒരു ചൂടുള്ള ഇളം കാറ്റ്. സെൻഡ് എവ്രി വൺ, അത് എല്ലാവരെയും അയച്ചു. ഇൻസൈഡ് ദ റൂം, റൂമിൻ്റെ ഉള്ളിലേക്ക്. ഇൻക്ലൂഡിങ് ഗ്രാൻഡ്പ, അതിൽ ആരെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്? ഗ്രാൻഡ്പയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ ഗ്രാൻഡ്പയെ അവിടെ എടുത്തു പറയാനുള്ള കാരണം? സാധാരണ ഒരു ചൂടൊന്നും വലിയൊരു പ്രശ്നം ആകാറില്ല ഗ്രാൻഡ്പക്ക്. പക്ഷേ ഇപ്പോൾ ഗ്രാൻഡ്പ പോലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന ചൂടാണ് അടിച്ചു വീശുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സമയം കുട്ടി പറയാണ്, ദ ബോയ്, ദെൻ ദ ബോയ്. ആ സമയം ആ കുട്ടി കണ്ടു. എന്താണ് കണ്ടത്? എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ ഒരു കറുത്ത കോബ്രയെ കുട്ടി കണ്ടു. ആ കോബ്ര വിച്ച്, അത് കെയിം ഔട്ട്, അത് പുറത്തേക്ക് വരുന്നത് ഫ്രം ദി കാക്ടസ് പ്ലാന്റ്, കള്ളിമുൾച്ചെടിയുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഇങ്ങനെ എഞ്ഞു വരികയാണ്. നെക്സ്റ്റ് പോയിന്റ്,
അറ്റ് ദ സെയിം ടൈം. അതേ സമയം തന്നെ എ മൊങ്കൂസ്, ഒരു കീരി, ഓൾസോ കെയിം ഔട്ട്, അതും പുറത്തേക്ക് വന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ദി ബുഷസ്, കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നത് പുറത്തേക്ക് വന്നു. ഓക്കെ, കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്നത് പുറത്തേക്ക് വന്നു. എന്നിട്ടോ ആൻഡ് വെന്റ് സ്ട്രൈറ്റ് ടുവാർഡ്സ് ദ കോബ്ര, അത് കോബ്രക്ക് നേരെ പോയി. ഇപ്പൊ ഫേസ് ടു ഫേസിലാണ് കോബ്രയും മോങ്കൂസും. ഓക്കെ, അങ്ങനെ അടുത്ത പോയിന്റ്, ദ കോബ്ര ആൻഡ് ദ മോങ്കൂസ്, കോബ്രയും മോങ്കൂസും. ഫോട്ട്, അവരേറ്റുമുട്ടി, ഈച്ച് അതർ, പരസ്പരം. ഇൻ ദ പ്രസൻസ് ഓഫ് ദി ക്രൗ ആൻഡ് ദ മൈന, മൈനയുടെയും കാട്ടുകാക്കയുടെയും സാന്നിധ്യത്തിൽ മോങ്കൂസും അതുപോലെ തന്നെ കോബ്രയും ഏറ്റുമുട്ടി. ഓക്കെ, അറ്റ് ലാസ്റ്റ്, അവസാന സമയം, ദ മോങ്കൂസ്, നമ്മുടെ മോങ്കൂസ് അഥവാ കീരി, കിൽഡ് ഇറ്റ്, അതിനെ കൊന്നു. ആൻഡ് ഡ്രാഗഡ്, അതിനെ വലിച്ചേച്ചു കൊണ്ടുപോയി. എവിടേക്ക്? ടു ദി ഗാർഡൻ, പൂന്തോട്ടത്തിലേക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ 9 പോയിന്റ്സുകളാണ് പരാമർശിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇവന്റ്, ആ ഇവന്റിൽ നാം മനസ്സിലാക്കി വെക്കേണ്ട 9 പോയിന്റ്സ്, 9 പോയിന്റ്സ് ആണ് നാം ഇവിടെ പഠിച്ചത്. ഇനി നാം ഇതിലെ സെക്കൻഡ് ഇവന്റ്സിലേക്ക് പോവുകയാണ്. ഇതിന് 2 ഇവന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പാഠം കൃത്യമായി എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു മനസ്സിലാക്കിയവർക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി നാം ഇതിലെ സെക്കൻഡ് ഇവന്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഇവന്റ്സിൻ്റെ ഒരു പോയിന്റിലേക്കാണ് നാം പോകുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയം, ഇങ്ങനെ അടിപിടിയൊക്കെ നടക്കുന്ന മോങ്കൂസും കോബ്രയും ഫേസ് ടു ഫേസ്, അവിടെ നല്ലൊരു ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദ ബോയ് ഹാഡ് മെയ്ഡ് എ ഫ്രണ്ട്ഷിപ്പ്, കുട്ടി ഒരു സൗഹൃദമുണ്ടാക്കി. ആരോട്? വിത്ത് ദി സ്ക്വിറിൽ, അണ്ണാൻ കുഞ്ഞുമായിട്ട് ഒരു സൗഹൃദമുണ്ടാക്കി. ഓക്കെ, ഇതിൽ സെക്കൻഡ് പോയിന്റ് ആണ്. ഇൻ ദ ബിഗിനിങ്, ഇതിൻ്റെ തുടക്കത്തിൽ, ഇറ്റ് വാസ് റിസെന്റ്ഫുൾ, ഈ അണ്ണാൻ കുഞ്ഞ് സൗഹൃദമുണ്ടാക്കുന്ന വിഷയത്തിൽ ഒരു മടുപ്പുളവാക്കി. ടു അപ്രോച്ച്, ആ കുട്ടിയെ സമീപിക്കുന്ന വിഷയത്തിൽ. ബട്ട് പക്ഷേ സൂൺ, വളരെ പെട്ടെന്ന്, ദേ ബിക്കെയിം ഫ്രണ്ട്സ്, അവർ വളരെ പെട്ടെന്ന് പിന്നെ സുഹൃത്തുക്കളായിട്ട് മാറി. ഓക്കെ, നാം അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇൻ ദ സ്പ്രിംഗ് സീസൺ, ഈ വസന്തകാലങ്ങളിൽ, ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ്, ബനിയൻ ട്രീ നിറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? സ്മോൾ റെഡ് ഫിഗ്സ്, ചുവന്ന ചെറിയ അത്തിപ്പഴങ്ങളെ കൊണ്ട് ആൽമരം നിറയുമായിരുന്നു. നാം അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയം, വൺ ഡേ, ഒരു ദിവസം, ഗ്രാൻഡ്പ ബ്രോട്ട് എ വൈറ്റ് റാറ്റ് ഫ്രം ദി ബാസാർ, ബാസാറിൽ നിന്ന് ഗ്രാൻഡ്പ ഒരു വെള്ള എലിയെ കൊണ്ടുവന്നു. ഓക്കെ, ഒരു വെള്ള എലിയെ കൊണ്ടുവന്നു. ഈ വെള്ളെലിയുമായിട്ട് കുട്ടി ഇങ്ങനെ കളിച്ച്, കുട്ടി ആൽമരത്തിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. ലൈറ്റ് ശേഷം, ദ വൈറ്റ് റാറ്റ്, ഈ വെള്ളെലിയും ആൻഡ് ദ സ്ക്വിറിൽ, ഈ അണ്ണാൻ കുഞ്ഞും, ബിക്കെയിം ഫ്രണ്ട്സ്, അവ 2 പേരും
സുഹൃത്തുക്കളായിട്ട് മാറി. അവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് മാറി. വൺ ഡേ, ഒരു ദിവസം, ഗ്രാൻഡ് മാസ് നിറ്റിംഗ്, ഗ്രാൻഡ്മയുടെ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു തുണിക്കഷ്ണം, അത് വാസ് മിസ്സിങ്, അത് നഷ്ടപ്പെട്ടു. ഓക്കെ, കാണാനില്ല. ഒരുപാട് പരതി അവർ സെർച്ച് ചെയ്തു, പക്ഷേ ഫലം കണ്ടില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ്, അവസാനം, ഇറ്റ് വാസ് ഫൗണ്ട്, അത് കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? എവിടുന്നാണ് കണ്ടെത്തിയത്? ഫ്രം ദി നെസ്റ്റ് ഓഫ് ദി സ്ക്വിരിൽ, ആ അണ്ണാൻ്റെ കൂട്ടിൽ നിന്നാണ് ആ തുന്നിക്കൊണ്ടിരിക്കുന്ന ആ തുണിക്കഷ്ണം കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്ത പോയിന്റാണ്, അവർ അതുമാത്രമല്ല കണ്ടത്. ദെൻ ദേ ഓൾസോ ഫൗണ്ട്, അവർ കണ്ടെത്തി 3 ലിറ്റിൽ വൈറ്റ് സ്ക്വിരിൽസ്, 3 ചെറിയ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെയും അവർ കണ്ടു. ഓക്കെ, ഇവരാകെ ഷോക്കായി. ഇതുവരേക്കും അവർ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അറ്റ് ലാസ്റ്റ്, അവസാനം, ദേ അണ്ടർസ്റ്റുഡ്, അവർക്ക് മനസ്സിലായി. ഓക്കെ, ദേ അണ്ടർസ്റ്റുഡ്, അവർക്ക് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ദാറ്റ്, എന്തെന്നാൽ, ദ വൈറ്റ് റാറ്റ്, ആ വെള്ളെലി, മസ്റ്റ് ബി ദ ഫാദർ, തീർച്ചയായിട്ടും അവൻ അച്ഛനായിരിക്കുന്നു. ആരുടെ? ഓഫ് ദീസ് സ്ക്വിരിൽസ്, ഈ 3 ചെറിയ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുണ്ട് എന്ന് അവർക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, ഈ ഇവൻ്റോട് കൂടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ ഇത്ര പോയിൻസുകളാണ്, ഈ 17 പോയിൻസുകളാണ് വിദ്യാർത്ഥികൾ ബൈഹാർട്ട് ചെയ്തു വെക്കേണ്ടത്. ഈ പോയിന്റ് നിങ്ങൾക്കറിയുകയാണെങ്കിൽ ഇതിൽ ഏത് ഡിസ്കോഴ്സ് വന്നാലും നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓർ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ 9961513792. ഓക്കെ, ഇതോടുകൂടെ ഇവിടെ അവസാനിക്കുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. See you again. Bye bye.